കേരളത്തിൽ BJP രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. BJP ഇക്കുറിയും ഇടം പിടിക്കില്ല എന്ന് പലരും കണക്കുകൂട്ടലും പ്രസ്താവനകളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ കണക്ക് കൂട്ടുന്നവർക്കും പ്രസ്താവന നടത്തുന്നവർക്കും ഒരു ഉൾക്കിടിലം തന്നെയുണ്ട്. മറ്റൊന്നുമല്ല, BJPയുടെ മുന്നേറ്റത്തിൽ ഭയന്നാണ്. ഒരുപക്ഷെ നാളെ ഉൾക്കിടിലത്തോടുകൂടി നിൽക്കുന്ന തങ്ങൾ അവരുടെ പ്രസ്ഥാനം വിട്ടിട്ട് BJPയിലേക്ക് പോകേണ്ട ഒരവസ്ഥയെക്കുറിച്ച് പോലും അവർ ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഒഴുക്കായിരിക്കും BJPയിലേക്ക് ഉണ്ടാകുക എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് BJP വളരെ കരുതലോടുകൂടിയുള്ള ചുവടുവെപ്പാണ് നടക്കുന്നത്. എല്ലാം കൂടി അടക്കി പിടിക്കുകയല്ല, മറിച്ച് വളരെ സെലക്റ്റീവ് ആകുകയാണ്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് കാര്യമില്ല, അതിനകത്ത് അവിടെ നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ച് അത് CPMന് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറി. പക്ഷേ അവിടെ വെറുതെ പണവും എനർജിയും ചെലവഴിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞത്. കാരണം മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ പോകേണ്ടതുണ്ട്. പിന്നെ രാഷ്ട്രീയമായ ഒരു എതിർപ്പ് അവിടെ വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ഒടുവിൽ രാജീവ് അതിന് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് പ്രതീക്ഷയുള്ളിടത്ത് കൂടുതൽ ശ്രദ്ധ എന്ന് വിചാരിച്ചു മറ്റുള്ളിടത്ത് സ്ഥാനാർത്ഥികൾ ഇല്ല എന്നല്ല. ഇപ്പൊ മലപ്പുറം പോലുള്ള മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള കോട്ടയായിട്ടുള്ള ഇടങ്ങളിൽ പോയി BJPക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും അല്ലെങ്കിൽ അവിടെ വേണ്ട തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് തന്നെ ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിൽക്കുന്ന ഇടങ്ങളിൽ വോട്ട് വിഹിത വർധനവല്ല, മറിച്ച് സീറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് പാർട്ടി കാണുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ 2 കോർപ്പറേഷനുകൾ BJP പിടിച്ചെടുക്കണം എന്നുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വം തന്നെ നൽകിയിരിക്കുകയാണ്. ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരുമാണ്. കൂടാതെ ഏതാണ്ട് ഒരു 11 മുനിസിപ്പാലിറ്റികൾ, പിന്നെ നിരവധി പഞ്ചായത്തുകളിൽ പിടിക്കണം. ആ പഞ്ചായത്തുകൾ, പിന്നെ അതുകൂടാതെ പലയിടങ്ങളിലും വാർഡുകൾ. അപ്പോൾ ഇത്തരത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, തിരുവനന്തപുരവും തൃശ്ശൂരും പാർലമെന്റ് മണ്ഡലങ്ങളായിരുന്നു BJP നോട്ടമിട്ട 2 മണ്ഡലങ്ങൾ പ്രധാനമായിട്ടും. അത് ദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്തതാണ്. എന്തോ തൃശ്ശൂരിൽ നിന്നാണ് ആദ്യ വിജയം ഉണ്ടായത്, അതും സുരേഷ് ഗോപിയിലൂടെ. അപ്പോൾ ആ വിജയത്തിന്റെ ശക്തി ചോർന്നു പോകാതെ അതിലും 10 മടങ്ങ് വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് അത് തദ്ദേശത്തിൽ കാണിക്കണം, അതായത് കോർപ്പറേഷനിൽ വിജയം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് പരാജയമാണ് എങ്കിലും വിജയത്തോടടുത്ത് നിൽക്കുന്ന പരാജയം എന്ന് പറയാം. പല സമയങ്ങളിലും രാജഗോപാൽ മത്സരിക്കുമ്പോഴും അന്നും ശശി തരൂര് തന്നെ ആയിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. വിജയത്തോടെ അടുത്ത് ചേർന്ന് നിന്ന മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ഇതുപോലെ തന്നെ ഒരു വൻ രീതിയിൽ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ പിടിച്ചെടുക്കാൻ കഴിയണം എന്നാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം അമിത്ഷാ തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്ന 2 കോർപ്പറേഷനുകളാണ് ഇപ്പോൾ കേരളത്തിലെ, തിരുവനന്തപുരത്തും മറ്റൊന്ന് തൃശ്ശൂരും. ഈ തൃശ്ശൂരില് വിജയം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം സുരേഷ് ഗോപി ജയിച്ച ഇടമാണ്. ആ മണ്ണിൽ നിന്ന് BJPക്ക് വോട്ട് വളരുക മാത്രമേ ചെയ്യുന്നുള്ളൂ, തളരുന്നില്ല എന്ന് കൂടി ജനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അവിടെ കോർപ്പറേഷൻ
പിടിക്കുക എന്നുള്ളത് സുരേഷ് ഗോപിയുടെയും അഭിമാന പോരാട്ടം തന്നെ ആയിരിക്കും. അതുകൊണ്ട് സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം, മുൻകാലങ്ങളിൽ തന്നെ തിരുവനന്തപുരം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇരുന്നിട്ടുള്ളത്. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം കിട്ടേണ്ട ഒരവസ്ഥയിൽ എത്തിയതാണ്. പക്ഷേ അന്നത്തെ ആ ഒരു മഹാമാരിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്ത് ഭരിക്കുന്ന സർക്കാരുകൾക്ക് അനുകൂലമായിട്ട് ജനം വിധി എഴുതുന്ന രീതിയിലേക്ക് മാറി. കാരണം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു മഹാമാരിയാണ് നമ്മൾ നേരിട്ടത്. ആ അവസരത്തില് കേന്ദ്ര പദ്ധതികളാണെങ്കിൽ പോലും അത് സംസ്ഥാന സർക്കാർ വഴി കൈമാറി കൂടുതൽ ആനുകൂല്യങ്ങളായാലും ഭക്ഷണകാര്യങ്ങളിലായാലും മരുന്നിന്റെ ലഭ്യതയിലും ഒക്കെ ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു വലിയ ക്രെഡിറ്റ് LDF-നുണ്ടായി. അതുകൊണ്ട് തന്നെ തദ്ദേശത്തില് അവർക്ക് വിജയം നേടാനും കഴിഞ്ഞു. അതിന്റെ ആ വിജയത്തിന്റെ തുടർച്ചയാണ് 21 കണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനെ രണ്ടാമത് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ ഭരണവിരുദ്ധ തരംഗമൊന്നും അവിടെ ഉണ്ടായില്ല. ഈ മഹാമാരിയിൽപ്പെട്ടെല്ലാം ഒലിച്ചുപോയി എന്നുള്ളതാണ്. പക്ഷേ 2016 മുതൽ 26 വരെ എത്തുമ്പോഴേക്കും 10 വർഷക്കാലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം, അത് കോർപ്പറേഷൻ ഇലക്ഷൻ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായി പ്രതിഫലിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ കോർപ്പറേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാണ്ടൊരു 60 മുതൽ 65 സീറ്റ് വരെ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 വാർഡുകളാണുള്ളത്. ഇതിൽ 60-65 വാർഡുകൾ BJPക്ക് അനുകൂലമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ അനുകൂല സാഹചര്യം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ BJP ഉറപ്പാണ്. ആ BJPക്ക് കോർപ്പറേഷൻ വിജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 26 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തിയിരിക്കും. 1 നേമം, 2 വട്ടിയൂർക്കാവ്, 3 കഴക്കൂട്ടം. മറ്റു മണ്ഡലങ്ങളും ഉണ്ട്, അത് മാറ്റി നിർത്താം. അത് ചിലയിടങ്ങളിലൊക്കെ അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ ഇത് 3 ഉറപ്പാണ്. ഇത് 3 അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം സെൻട്രലുമാണ് പ്രധാനമായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ വരുന്ന ഈ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നേമം എന്ന് പറയുന്നത് 16 BJPക്ക് കിട്ടിയ മണ്ഡലമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ തന്നെ വാർഡുകളില് BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന വാർഡുകളാണുള്ളത്. അതുപോലെ തന്നെ RSSന് വലിയ പ്രാമുഖ്യമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം. അപ്പോൾ താഴെത്തട്ടിലും അതിശക്തമായിട്ടുള്ള പ്രവർത്തനം BJPയിൽ ഉണ്ട് എന്നുള്ളതാണ്. BJP നേരത്തെ തന്നെ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വത്തിന്റെ തന്നെ നിർദ്ദേശവും ഉണ്ട്. ഈ കോർപ്പറേഷനുകൾ, ഈ 2 കോർപ്പറേഷനുകളെ നിർബന്ധമായും പിടിച്ചിരിക്കണം. തുടർന്ന് 10 സീറ്റുകളെങ്കിലും നിയമസഭയിൽ 26 എത്തിക്കണമെന്നുള്ളതും. അപ്പോൾ 2 കോർപ്പറേഷനുകൾ BJPക്ക് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.